ഹലോ, ഐ എം റിയൽട്ടർ ഹാദി. ഐ എം എ പ്രോപ്പർട്ടി റെന്റൽ മാനേജ്മെന്റ് സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ ഞാൻ ബേസ് ഔട്ട് ചെയ്തിട്ടുള്ളത് കൊച്ചിയിലാണ് കേട്ടോ. കൊച്ചിയിൽ കാക്കനാട്ടിലാണ്. നമ്മളിപ്പോൾ കൊച്ചിയിൽ ഏകദേശം 550 റെന്റൽ അപ്പാർട്ട്മെന്റ്സ് ആണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കോഴ്സിലേക്ക് വന്ന അല്ലെങ്കിൽ മാസ്റ്ററിങ് പ്രോപ്പർട്ടി റെന്റൽ മാനേജ്മെന്റിലോട്ട് വന്ന പല ആൾക്കാർക്കുള്ള ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കും, എന്തിനാണ് ഞാൻ ഈ ഒരു കോഴ്സ് പഠിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, എന്താണ് ഇതിലെ ബെനിഫിറ്റ്, ഇതൊക്കെയായിരിക്കും നിങ്ങൾക്ക് ഇനീഷ്യലി വരുന്ന ഒരു ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെക്കുറിച്ച് തന്നെ പറയാം. ഞാൻ 2019-18 കാലഘട്ടങ്ങളിലാണ് കൊച്ചിയിൽ വരുന്നത്. അപ്പോൾ 19ലാണ് ആക്ച്വലി പ്രോപ്പർട്ടി റെന്റൽ മാനേജ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇറ്റ്സ് ബീൻ 4 to 5 years ആക്ച്വലി. സോ ഇന്ന് 550ഓളം അപ്പാർട്ട്മെന്റ്സ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കൊച്ചിയിൽ. പ്രോപ്പർട്ടി റെന്റൽ മാനേജ്മെന്റ് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിനിടെ ഈ ഒരു പ്രോപ്പർട്ടി റെന്റൽ മാനേജ്മെന്റ് ചെയ്ത് മാത്രം ഞാൻ ജനറേറ്റ് ചെയ്തൊരു ഇൻകം അല്ലെങ്കിൽ റവന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംവെയർ അറൌണ്ട് 80 lakhs to 1 crore ആണ് ഞാൻ ഇതുവരെ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു റവന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു റവന്യൂ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ഒരു സംഭവം ഞാൻ പഠിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇപ്പം തന്നെ വന്നിട്ടുണ്ട്. ഇതിലെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം ഞാൻ കുറച്ച് നീക്കി വെച്ചുകൊണ്ട് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീനെ കുറിച്ചും സസ്റ്റൈനബിലിറ്റീനെ കുറിച്ചും ആദ്യം ഒന്ന് ബ്രീഫ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മളെല്ലാവരും ഒരു കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലോങ് റണ്ണിലുള്ള ഓപ്പർച്യൂണിറ്റിയും സസ്റ്റൈനബിലിറ്റിയും തന്നെ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. അപ്പം ഞാൻ അതുപോലുള്ള ഒരാളാണ്. എനിക്ക് തോന്നുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഇതിൽ വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാർ എല്ലാവരും ആ ഒരു ഗ്രോത്ത് നോക്കി വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ പ്രോപ്പർട്ടി റെൻ്റൽ മാനേജ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആസ് ഓഫ് നൗ ഞാൻ കേരളത്തിലെ കൊച്ചിനെ കുറിച്ച് മാത്രമാണ് കേട്ടോ സംസാരിക്കുന്നത്. ആസ് ഓഫ് നൗ അപ്പോൾ നമുക്ക് കൊച്ചിയിൽ മാത്രം ഏകദേശം 1 ലക്ഷം അപ്പാർട്ട്മെൻറ്റ്സ് ആണ് നിലവിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത്. ഈ 1 ലക്ഷം അപ്പാർട്ട്മെൻറ്റ് നമ്പേഴ്സിൽ ഏകദേശം 40,000 മുതൽ 50,000 അപ്പാർട്ട്മെൻറ്റ്സും പ്രോപ്പർട്ടി റെൻ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി പർച്ചേസ് ചെയ്തിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്സ് ആണ്, റെൻ്റ് ഔട്ട് ചെയ്യുന്ന അപ്പാർട്ട്മെൻറ്റുകളാണ്. ഇതിനകത്ത് വെറും 550 അപ്പാർട്ട്മെൻറ്റുകൾ മാത്രം റെൻ്റ് ഔട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആലോചിക്കാം എത്ര മാത്രമാണ് നമുക്ക് ഇതിൽ ട്രയൽ ആൻഡ് എറർ ചെയ്യാനും ചെയ്തു നോക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ആസ് ഓഫ് നൗ നമുക്ക് ഉള്ളത് എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ കൊച്ചിയിൽ നടക്കുന്ന ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 42,000 അപ്പാർട്ട്മെൻറ്റ്സ് ആണ് ഇപ്പോൾ ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നത്. അതായത് 2025, 26, 27 കാലഘട്ടങ്ങളിലായി ഹാൻഡ് ഓവർ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഏകദേശം 45,000. അപ്പോൾ അടുത്ത 4-5 വർഷത്തേക്ക് ഇനിയും ഇൻവെൻട്രികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരൊക്കെയാണ് ഈ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഒബ്വിയസ്ലി NRIs ഒരു കൂട്ടമാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു ശതമാനം NRIs ആണ്. പ്ലസ് നമ്മുടെ മാർക്കറ്റിലെ ഇൻവെസ്റ്റേഴ്സാണ്, പ്ലസ് സെക്കൻഡ് ഹോം ബയേഴ്സാണ്. ഇങ്ങനെ പല കാറ്റഗറിയിലുള്ള ആളുകളാണ് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ലോങ് റണ്ണിലേക്ക് അടുത്ത 5 വർഷത്തേക്കാണെങ്കിലും 10 വർഷത്തേക്കാണെങ്കിലും ഇപ്പോൾ കൊച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് ഡെവലപ്മെൻറ്റ് നടക്കുന്നൊരു സിറ്റിയാണ്. അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടീസ് ഡെവലപ്പ് ചെയ്യുന്ന പുതിയ പുതിയ ഡെവലപ്പേഴ്സ് ഒരുപാട് വരുന്നു, പ്രൊജക്റ്റുകൾ കുറേ ലോഞ്ച് ആവുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്കുള്ളത്. അപ്പോൾ അടുത്ത 5-10 വർഷത്തേക്ക് വരാനിരിക്കുന്ന പ്രൊജക്റ്റുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ പ്രോപ്പർട്ടി റെൻ്റൽ മാനേജ്മെൻറ്റ് ചെയ്യാനായിട്ട് കൊച്ചിയിൽ ആളില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പിന്നെ ഇവരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ബ്രോക്കേഴ്സിനെയാണ്. പക്ഷേ ഇന്നത്തെ ഒരു ഇൻവെസ്റ്റർ ആണെങ്കിലും NRI ആണെങ്കിലും ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും അവരെല്ലാം ആഗ്രഹിക്കുന്നത് വളരെ സീംലെസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ നല്ലൊരു പ്രൊഫഷണലിനെയാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ അടുത്ത 5 വർഷത്തിൽ ഞാൻ ഉറപ്പ് പറയാം, പ്രോപ്പർട്ടി റെൻ്റൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് മാത്രമുള്ള ഹൈ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഫീൽഡായി മാറാൻ പോവുകയാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു പ്രോപ്പർട്ടി റെൻ്റൽ മാനേജ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ് ആവേണ്ടതും ഒരു റിയൽ എസ്റ്റേറ്റ് പ്രൊഫഷണൽ ആവേണ്ട കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഞാൻ എന്നെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇത്രയും ചെറിയ, എനിക്ക് ഇന്ന് ഏജ് 23 ആണ്. ഈ ഒരു ചെറിയ ഏജിൽ തന്നെ ഞാൻ വളരെ നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയി പ്രോപ്പർട്ടി റെൻ്റൽ മാനേജ്മെൻറ്റ് ചെയ്ത് ഇത്രയും അപ്പാർട്ട്മെൻറ്റ്സ് ഇപ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓൺ എ മന്ത്ലി ബേസിസൊക്കെ നമുക്ക് ഒരുപാട് അപ്പാർട്ട്മെൻറ്റുകൾ വരുന്ന സമയത്ത് നമുക്കിത് ചെയ്യിപ്പിക്കാനായിട്ടുള്ള റിസോഴ്സ് നമുക്ക് കുറവാണ്. നമ്മളിപ്പോഴും ഹയർ ചെയ്യുന്നുണ്ട് പല ആൾക്കാരെ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് വന്നൊരു തോട്ടാണ്, എനിക്ക് ഇത്രയും ചെയ്യാം, ഇത്രയും ഏൺ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു 10,000 പേരൊക്കെ ഈ കോഴ്സിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിലും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു 500 പേരെങ്കിലും ഈ മാർക്കറ്റിലോട്ട് വരും, അവർക്ക് ഏൺ ചെയ്യാനും സാധിക്കുന്നുള്ള എനിക്ക് വളരെ ഉറപ്പുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ചൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് പായിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത മനസ്സിൽ ഉയർന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, എന്താണ് ഇത് സംഭവം, അപ്പോൾ എന്താണ് പ്രോപ്പർട്ടി റെൻ്റൽ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ആർക്കാണ് ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെയായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ അടുത്തടുത്ത വീഡിയോകളിലായി നമ്മൾ
പ്രസൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ബ്രീഫായിട്ടുള്ള ചെറിയൊരു സംഭവം, അതായത് ഈ ഒരു ബിസിനസ് മോഡലിനെ കുറിച്ച്, എങ്ങനെയാണ് ഇത് വർക്കാവുന്നത്, എങ്ങനെയാണ് നിങ്ങൾ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്, ഒരു ട്രാൻസാക്ഷൻ നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ എത്ര രൂപ നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോൻ്റെ താഴെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയും കൂടെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു എൻറ്റയർലി ഈ ഒരു പ്രോപ്പർട്ടി റെൻ്റൽ മാനേജ്മെൻറ്റിനെ കുറിച്ച്, ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചും ബിസിനസ് മോഡലിനെ കുറിച്ചും ഒരു എൻറ്റയർ ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ബാക്കിയുള്ള സെക്ഷൻസിൽ നമുക്ക് വരുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്, എങ്ങനെ പ്രോപ്പർട്ടി ഓണേഴ്സിന് റീച്ച് ഔട്ട് ചെയ്യുന്നു, എങ്ങനെ ബിസിനസ് ക്ലോസ് ചെയ്യുന്നു, എങ്ങനെ ടെലികോളിംഗ് ചെയ്യുന്നു, എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള എൻറ്റയർ ഡീറ്റെയിൽസ് അത് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, ഈ 550 അപ്പാർട്ട്മെൻറ്റ് വരെ എത്താൻ ഏകദേശം 80 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെയുള്ള റവന്യൂ ഉണ്ടാക്കാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, ഇപ്പോഴും എന്തൊക്കെ പ്രോസസ്സുകളാണ് ഫോളോ ചെയ്യുന്നത്, അത് തന്നെയാണ് എൻറ്റയർലി സ്ട്രക്ചർ ചെയ്ത് നമ്മൾ ഒരേ വീക്കുകളിലായി താഴെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കോഴ്സിലോട്ട് വരിക, എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയറായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ പറയുന്നത് ദിസ് ഈസ് വാട്ട് യു ഡോണ്ട് വാണ്ട് ടു മിസ് എന്നുള്ളതാണ്. കാരണം അത്രയും ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ന് തന്നെ ഞാനിപ്പോൾ ഓഫീസിൽ ഇപ്പോൾ ഏകദേശം 10 മണിയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ രാവിലെ തൊട്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രോപ്പർട്ടി റെൻ്റ് ഔട്ട് ചെയ്യാനുള്ള എൻക്വയറീസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് റിസോഴ്സ് കുറവാണ്. അപ്പോൾ ഒരു മന്ത്ലി ബേസിസ് നമ്മൾ 20-25 അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ റെൻ്റ് ഔട്ട് ചെയ്യും. അതിൻ്റെ അപ്പുറത്തോട്ട് പോകാനായിട്ടുള്ള റിസോഴ്സ് നമുക്ക് കുറവാണ്. അപ്പോൾ ചില ആൾക്കാരൊക്കെ വിചാരിക്കും ഇത്രയും പൈസ കിട്ടുമ്പോൾ സാധാരണഗതിയിൽ ആൾക്കാരൊന്നും വന്നിങ്ങനെ പറയില്ല എന്നുള്ളത്. പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാനിത് പറഞ്ഞില്ലെങ്കിൽ നാളെ ഇത് പറയാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാതും കൂടെ ഒരാൾക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അത്രയും വാസ്റ്റ് നമ്പറാണ്. അടുത്ത 5 വർഷത്തെ ഫോർകാസ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ചെയ്യാനുള്ള ആളുകൾ എന്തായാലും നമുക്ക് വേണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ വരും, ഇത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വാട്ട് ഈസ് പ്രോപ്പർട്ടി റെൻ്റൽ മാനേജ്മെൻറ്റ്? എന്താണ് പ്രോപ്പർട്ടി റെൻ്റൽ മാനേജ്മെൻറ്റ്? ആർക്കാണ് ഈ സർവീസ് കൊടുക്കുന്നത്? ആർക്കാണ് ഇത് വേണ്ടത്? ഞാൻ കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രൊഫഷണൽ രീതിയിൽ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്കൊന്നും ഇത് പിക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഒരു 50,000 അപ്പാർട്ട്മെൻറ്റ്സ് ആണ് ഏകദേശം പ്രോപ്പർട്ടി റെൻ്റലിനായിട്ട് ഇവിടെ കൊച്ചിയിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഓൺ ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ്ലി NRIs ആണ്, ചിലപ്പോൾ നാട്ടിലുള്ള ആളുകളാണ്. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്താണ്, ഇവരെന്തിനാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് മേടിക്കുന്നത്? അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിന് അറിയാം. ഇപ്പോൾ നമ്മൾ ബാങ്ക് FD ഉണ്ട്, മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, സ്റ്റോക്സ് ഉണ്ട്, കമോഡിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഭാഗമാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്തിനാണ് പ്രോപ്പർട്ടി മേടിക്കുന്നത്, എന്താണ് അവരുടെ ലാഭം? അപ്പോൾ ഒരു പ്രോപ്പർട്ടി നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ എ മന്ത്ലി ബേസ് റെൻറ്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പാസീവ് ഇൻകം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഈ ഓണേഴ്സിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ദുബായിലുള്ള ഒരാൾ എങ്ങനെയാണ് ഈ പ്രോപ്പർട്ടി അവിടെ ഇരുന്നുകൊണ്ട് ഇത് റെൻ്റ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ കൊച്ചിയിൽ അപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ കോഴിക്കോടുള്ള ഒരാൾ എങ്ങനെയാണ് ഈ അപ്പാർട്ട്മെൻറ്റ് റെൻ്റ് ഔട്ട് ചെയ്യുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രോപ്പർട്ടി ഓണേഴ്സിനൊക്കെ വേണ്ട ഒരാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോപ്പർട്ടി റെൻ്റ് ഔട്ട് ചെയ്യുന്ന ഒരു പ്രൊഫഷണലിനെയാണ്, അല്ലെങ്കിൽ ഒരു കെയർ ടേക്കറെയാണ്. അതായത് അവരുടെ വീട് ഓൺ ബിഹാഫ് ഓഫ് ദം നന്നായി നോക്കുക, അതിൻ്റെ റെൻ്റൽ മാനേജ്മെൻറ്റ് ചെയ്യുക, ആ പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാളെയാണ് അവർക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ആ ഒരാളായിട്ടാണ് നമ്മളിവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ട ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു ജോബ് റോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന പോയിന്റ് മുതൽ നമ്മൾ ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും, അതായത് ആ ഒരു പ്രോപ്പർട്ടി റെൻ്റ് ഔട്ട് ചെയ്യുന്നത് മുതൽ അതിൻ്റെ മെയിൻ്റനൻസ് ചെക്ക് ചെയ്യുന്നത് തൊട്ട് അതിൻ്റെ എല്ലാ ടാക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ചില ബിൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചില അസോസിയേഷൻ പേയ്മെൻറ്റുകളായിക്കോട്ടെ, അതുമുതൽ ആ പ്രോപ്പർട്ടിക്ക് ചുറ്റിപ്പറ്റിയുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഓൺ ബിഹാഫ് ഓഫ് ദ പ്രോപ്പർട്ടി ഓണർ നമ്മൾ ചെയ്തു കൊടുക്കുക, അത് റെൻ്റ് ഔട്ട് ചെയ്യുക, അതിലെ ടെനൻ്റ് അവിടെ വരുന്നതും ടെനൻ്റെ പ്രൊഫൈലും അല്ലെങ്കിൽ വരുന്ന ആളുടെ റെൻ്റൽ വരുന്നത് ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് ആസ് എ പ്രോപ്പർട്ടി റെൻ്റൽ മാനേജ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടി റെൻ്റൽസ്? അപ്പോൾ പ്രോപ്പർട്ടി റെൻ്റൽസ് ഏത് തരത്തിലൊക്കെയാണുള്ളത്? അപ്പോൾ ഞാനൊന്ന് ചെറുതാക്കി പറയാം. പ്രോപ്പർട്ടി ലോങ് ടേം റെൻറ്റുകളുണ്ട്, ഷോർട്ട് ടേം റെൻറ്റുകളുണ്ട്, ഡെയിലി റെൻ്റലുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഏത് ഭാഗത്താണ് ഫോക്കസ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും നമ്മൾ പ്രോപ്പർട്ടി ലോങ് ടേം റെൻ്റലുകളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതും. കാരണം ലോങ് ടേം റെൻറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു പ്രോപ്പർട്ടി റെൻ്റൽ എഗ്രിമെൻറ്റ് 11 months ആണ് ഉണ്ടാവുക. അപ്പോൾ 11 monthsലെ ഒരു ലീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ബെനിഫിറ്റ് ഉള്ളതും. മോസ്റ്റ്ലി എല്ലാ പ്രോപ്പർട്ടി ഓണേഴ്സും പ്രിഫർ ചെയ്യുന്നത് 1 വർഷത്തെ മിനിമം റെൻ്റലാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ടൈം റെൻ്റൽ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് മാനേജ് ചെയ്യാനായിട്ട് എപ്പോഴും ആളുകൾ വേണം, റിസോഴ്സ് കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഷോർട്ട് ടൈം റെൻ്റൽസ് ഒക്കെ കൂടുതലും നടക്കുന്നത് സർവീസ് അപ്പാർട്ട്മെൻറ്റുകൾ പോലെയുള്ള മാനേജ്ഡ് അപ്പാർട്ട്മെൻറ്റുകളിലാണ്.
ഇപ്പം ഡെയിലി റെൻ്റൽസ് വരുന്ന സമയത്ത് ഹോട്ടൽസ് ആവാം, ചെറിയ ഹോളിഡേ സ്റ്റേസ് ആവാം. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ അപ്പാർട്ട്മെൻറ്റുകളുടെ കാര്യം വരുന്ന സമയത്ത് ഇപ്പോൾ അസോസിയേഷനും കാര്യങ്ങളും അതുപോലെ ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കും അപ്പാർട്ട്മെൻറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഷോർട്ട് ടൈം റെൻ്റൽ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് പോസിബിൾ ആയിരിക്കില്ല. പല അസോസിയേഷനുകളിലും പല സൊസൈറ്റികളിലും അത് പോസിബിൾ ആയിരിക്കില്ല. ഓണേഴ്സും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ലോങ് ടൈം ലീസുകളാണ്. അപ്പോൾ നമ്മുടെ കൊച്ചിയിൽ നടക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 11 മാസത്തെ ലീസുകളാണ് മിനിമം ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഒരു പ്രോപ്പർട്ടി റെൻ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് മിനിമം 1 വർഷം സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കായിരിക്കും പ്രോപ്പർട്ടി റെൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആരൊക്കെ ആയിരിക്കും പ്രോപ്പർട്ടി റെൻ്റലിന് എടുക്കുന്നുണ്ടാവുക? അപ്പോൾ ഒബ്വിയസ്ലി കൊച്ചിയിൽ ഏറ്റവും കൂടുതലുള്ളതും കൊച്ചി ഫേമസ് ആയിട്ടുള്ളതും കൊച്ചി ഡെവലപ്പ് ആയിട്ടുള്ളതും കൊച്ചിയിലെ ഇൻഫോ പാർക്ക് കൊണ്ടാണ്. അപ്പോൾ മോസ്റ്റ്ലി നമുക്കൊരു 80% ഓഫ് ദ ആൾക്കാരും ഇൻഫോ പാർക്ക് അല്ലെങ്കിൽ IT ബേസ് ചെയ്തിട്ടുള്ള IT പ്രൊഫഷണൽസ് ആയിരിക്കും. പിന്നെ നമുക്ക് കുറച്ച് ശതമാനം ഡോക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ തന്നെ അറിയാലോ, ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട്. അതുപോലെ തന്നെ ബിസിനസ് ഓണേഴ്സ് ഉണ്ട്, ഒരുപാട് ബിസിനസ് ഓണേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു 80 അല്ല, ഒരു 50% IT പ്രൊഫഷണൽസ് എടുത്താലും ഒരു 30% ബിസിനസ് ഓണേഴ്സ് ഉണ്ടാവും. പിന്നെ കുറച്ച് പെർസെൻറ്റേജ് ഡോക്ടേഴ്സും അതുപോലെ സ്കിൽഡ് ലേബേഴ്സും കുറച്ചൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരു ബിഹേവിയറുള്ള ആളുകളായിരിക്കും പ്രോപ്പർട്ടി റെൻ്റൽ എടുക്കുന്നുണ്ടാവുക. ഒരു റെൻ്റൽ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ എത്ര രൂപയായിരിക്കും നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുക? ഇപ്പോൾ എന്താണ് പ്രോപ്പർട്ടി റെൻ്റൽ മാനേജ്മെൻറ്റ്, ആർക്കാണ് നിങ്ങൾ സർവീസ് കൊടുക്കുന്നത്, എന്തൊക്കെ തരത്തിലുള്ള പ്രോപ്പർട്ടി റെൻ്റൽസ് ആണുള്ളത്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പോൾ അടുത്ത ഇതിൻ്റെ മേജറായിട്ട് എല്ലാവർക്കും കേൾക്കാൻ കുറച്ചും കൂടെ താല്പര്യമുള്ള ഒരു ഭാഗമാണ് എത്ര രൂപ നമുക്കൊരു പ്രോപ്പർട്ടി റെൻ്റ് ഔട്ട് ചെയ്താൽ ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് പറയുന്നേക്കാൾ മുമ്പ് ഞാൻ ടിക്കറ്റ് സൈസുകളെ കുറിച്ച് പറയാം. അതായത് ഒരു അപ്പാർട്ട്മെൻറ്റിന് എന്ത് റെൻ്റ് വരുന്നുണ്ട് കൊച്ചിയിൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഒരു 1 BHK അപ്പാർട്ട്മെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ, ചെറിയൊരു നല്ലൊരു 1 BHK അപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ ഒരു ബെയർ മിനിമം ഒരു 12,000 മുതൽ 35,000 വരെയാണ് ഒരു 1 BHK അപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒരു 12,000 എന്ന് പറയുന്ന സമയത്ത് ഒരു വളരെ ബെയർ മിനിമം ഒരു ചെറിയൊരു അപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. പ്ലസ് 15, 20, 25, 30, 35 എന്ന് പറയുമ്പോൾ ഒരു ഒരു ഓർഡിനറി ടു ലക്ഷറി എന്നുള്ള ഒരു റേഞ്ചാണ് ഞാൻ പറയുന്നത്, ഒരു 12,000 to 35,000. അപ്പോൾ ഒരു ബെയർ മിനിമം ഒരു 2 BHKയുടെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 15,000 മുതൽ ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു റേഞ്ച് വെച്ചിട്ട് 45,000 വരെ 2 BHKക്ക് റേറ്റ് ഉണ്ട്. ഒരു എക്സ്ട്രാ പ്രീമിയം അൾട്രാ പ്രീമിയത്തിലേക്ക് പോകുമ്പോൾ നമുക്കൊരു 50+ റേറ്റ് വരുന്ന അപ്പാർട്ട്മെൻറ്റുകളും കൊച്ചിയിലുണ്ട്. അപ്പോൾ നമുക്കൊരു ആവറേജ് ആണ് എപ്പോഴും നമുക്ക് അറിയേണ്ടത്, ആവറേജ് എത്ര ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലെ തന്നെ 3 BHKയുടെ റേറ്റ്സ് വരുന്ന സമയത്ത് നമുക്ക് 3 BHK ഇപ്പോൾ ഒരു 18,000 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 1 ലക്ഷം രൂപ വരെ വിലയുള്ള 3 BHK അപ്പാർട്ട്മെൻറ്റ്സ് നമ്മൾ റെൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓവറോൾ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കൊരു ആവറേജ് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20,000 to 25,000 ആണ് ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ആവറേജ് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രൈസ് റേഞ്ച്, അതായത് റെൻ്റൽ റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റ് റെൻ്റ് ഔട്ട് ചെയ്യുമ്പോൾ വളരെ നോർമൽ ആയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സ്റ്റാൻഡേർഡ് രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു അപ്പാർട്ട്മെൻറ്റ് റെൻ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഓണർ നിങ്ങൾക്ക് പേ ചെയ്യുന്നത് റെൻറ്റിൻ്റെ 50% ആയിരിക്കും. അതായത് ഒരു മാസത്തെ റെൻറ്റ് 25,000 രൂപയാണെങ്കിൽ അതിൻ്റെ 50% ആയിരിക്കും നിങ്ങൾക്ക് ഓണർ പേ ചെയ്യുന്നുണ്ടാവുക. പ്ലസ് റെൻറ്റിന് എടുക്കുന്ന ടെനൻറ്റ് പേ ചെയ്യുന്നതും സെയിം 50% തന്നെയായിരിക്കും. അതായത് ഒരു പ്രോപ്പർട്ടി നിങ്ങൾ റെൻ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 25,000 രൂപ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിനി എൻ്റെ കേസ് പറയാം. ഇപ്പോൾ പ്രോപ്പർട്ടി റെൻ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടി റെൻ്റൽ എന്ന് പറയുന്നത് 2 ഡിഫറെൻറ്റ് സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ പ്രോപ്പർട്ടി റെൻ്റ് ഔട്ട് ചെയ്യുന്ന ആൾ മാത്രമായിട്ടിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടി റെൻ്റൽ പ്ലസ് മാനേജ്മെൻറ്റും കൂടെ ചെയ്യുന്ന ആളായിട്ടിരിക്കാം. അപ്പോൾ ഇത് 2 സിനാരിയോസ് ആണ്. അപ്പോൾ പ്രോപ്പർട്ടി റെൻ്റൽ മാത്രം ചെയ്യുന്ന ഒരാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ് എ ടൈം ഒരാൾക്ക് ഒരു പ്രോപ്പർട്ടി റെൻ്റ് ഔട്ട് ചെയ്യാൻ റിക്വയർമെൻറ്റ് നിങ്ങൾ ചെയ്തു കൊടുക്കും, ബാക്കി ഓണർ തന്നെ ബാക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കും, അത്രയേ ഉള്ളൂ. പ്രോപ്പർട്ടി റെൻ്റൽ മാനേജ്മെൻറ്റ് ചെയ്യുന്ന ആളെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രോപ്പർട്ടി ഒരാൾ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്, അതായത് ഒരാളുടെ വീട് നിങ്ങളെ ഏൽപ്പിക്കുകയാണ്, ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്തേക്കണം, ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓൺ ബിഹാഫ് ഓഫ് മീ ചെയ്തു തരണം, ബാക്കി റെൻ്റൽ മാനേജ്മെൻറ്റും ഇതെല്ലാം എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്യണം. അതാണ് പ്രോപ്പർട്ടി റെൻ്റൽ മാനേജ്മെൻറ്റും പ്രോപ്പർട്ടി റെൻ്റൽ ചെയ്യുന്ന ആളും തമ്മിലുള്ള 2 വ്യത്യാസമുണ്ട്. 2 രീതിയിൽ ചെയ്യുന്ന ആൾക്കാരും കൊച്ചിയിലുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മാനേജർ റെൻ്റൽസ് ആണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചാർജ് ചെയ്യുന്ന ചാർജും വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ സംസാരിച്ച് 50% വെച്ച് ഒരു 25,000 രൂപയുടെ അപ്പാർട്ട്മെൻറ്റ് റെൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 25,000 രൂപ ഏൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അത് വളരെ മിനിമലായിട്ട് നിങ്ങളൊരു സിംഗിൾ ടൈം 1 ടൈം സർവീസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ആണ്. നമ്മുടെ കേസിലോട്ട് വരുമ്പോൾ നമ്മൾ പ്രോപ്പർട്ടി റെൻ്റൽ മാനേജ്മെൻ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 2ൽ നിങ്ങൾക്ക് ഏത് ചെയ്യണം എന്നുള്ളത് അത് നിങ്ങളുടെ ഒരു ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ പറ്റുക. അപ്പോൾ നിങ്ങളൊരു പാർട്ട് ടൈം ആയിട്ട് ഇത് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ
റെന്റൽ മാനേജ്മെന്റ് നിങ്ങൾക്ക് ഇച്ചിരി പാടായിരിക്കും, കാരണം അത് ഫുൾ ടൈം നമ്മൾ ഫുള്ളി കരിയർ ആയിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ആ രീതിയിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ വൺ ടൈം സർവീസ് കൊടുക്കുന്ന ഒരാളായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഫുൾ ടൈം ഞാൻ റിയൽ എസ്റ്റേറ്റ് റെന്റൽ മാത്രമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു മാനേജ്മെന്റ് കമ്പനി ആയിട്ടും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനീഷ്യലി നമ്മൾ കമ്പനിയോ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട, നിങ്ങൾ ആദ്യം ഒരു പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി എൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി realtorhadi.com എന്ന് പറഞ്ഞ ഒരു ഡൊമൈനിലാണ് ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു സെൽഫ് ബ്രാൻഡാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ ആക്ച്വലി ചെയ്യുന്നത് പ്രോപ്പർട്ടി റെൻ്റൽ മാനേജ്മെൻ്റ് ആണ്. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു പ്രോപ്പർട്ടി കൊച്ചിയിൽ റെൻ്റ് ഔട്ട് ചെയ്യാനായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റയർലി അത് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു, അതിൻ്റെ കീ എൻ്റെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്യുന്നു, അതിനൊരു എൻഗേജ്മെൻറ്റ് ഫീസ് തരുന്നു, എന്നിട്ട് ആദ്യം ഇത് റെൻ്റ് ഔട്ട് ചെയ്യൂ, ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കൂ എന്ന് പറയുന്ന ഒരു സിനാരിയോ ആണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പ്രോപ്പർട്ടി റെൻ്റ് ഔട്ട് ചെയ്യും, അതിൻ്റെ മാനേജ്മെൻറ്റ് ചെയ്യും, ഫോളോ അപ്സ് ചെയ്യും, ടാക്സ് ഉണ്ടെങ്കിൽ അത് പേ ചെയ്യും, ഇലക്ട്രിസിറ്റി ബില്ലോ കാര്യങ്ങളോ അല്ലെങ്കിൽ അസോസിയേഷൻ ഫീയോ എന്തെങ്കിലുമൊക്കെ ഡ്യൂവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഓൺ ടൈം നമ്മൾ പ്രോസസ്സ് ചെയ്ത് അത് ചെയ്തു കൊടുക്കും. അതാണ് ഞാൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇനീഷ്യലി ഞാനൊരു പ്രോപ്പർട്ടി റെൻ്റൽ മാത്രം ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ഗ്രാജുവലി ആണ് ഞാൻ പ്രോപ്പർട്ടി റെൻ്റൽ മാനേജ്മെൻറ്റ് ചെയ്യുന്ന വ്യക്തിയായത്. അപ്പോൾ ഈ ഒരു സൈഡിൽ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു 25,000 രൂപയുടെ അപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ റെൻ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ 25,000 നിങ്ങൾക്ക് ഏൺ ചെയ്യാം. പക്ഷേ എൻ്റെ ഈ ഒരു സൈഡിലോട്ട് വരുന്ന സമയത്ത് ഞാൻ ചാർജ് ചെയ്യുന്നത് ഒരു മാസത്തെ റെൻ്റലാണ്. അതായത് ഒരു റെൻ്റൽ ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ 1 മന്ത് റെൻ്റലാണ് ഞാൻ ചാർജ് ചെയ്യുന്നുണ്ടാവുക. അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവാനാണ് കേട്ടോ ഒരു മാസത്തെ റെൻറ്റ് എന്ന രീതിയിൽ ഞാൻ സംസാരിച്ചത്. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 10% ആയിരിക്കും, ആനുവൽ റെൻറ്റിൻ്റെ ഏകദേശം 10% ആയിരിക്കും നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ടാവുക നമ്മുടെ റെൻ്റൽ മാനേജ്മെൻറ്റ് ഫീസായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി ഓണറുടെ കയ്യിൽ നിന്ന്, ടെനൻറ്റിൻ്റെ കയ്യിൽ നിന്ന്. അതായത് പ്രോപ്പർട്ടി റെൻറ്റിന് എടുക്കാൻ വരുന്ന ആളിൽ നിന്ന് നമ്മൾ ചാർജ് ചെയ്യുന്നത് ഒരു മാസത്തെ റെൻറ്റിൻ്റെ ഏകദേശം 75% ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അതായത് ഒരു വർഷത്തെ ആനുവൽ റെൻറ്റിൻ്റെ സംവർ അറൗണ്ട് 7% ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റെൻ്റൽ ട്രാൻസാക്ഷനിൽ നമ്മൾ ഏകദേശം 17% ചാർജ് ചെയ്യുന്നത്. ഒരു വർഷത്തെ റെൻറ്റിൻ്റെ 17% നമ്മളിവിടെ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി നോക്കുന്ന സമയത്ത് നോർമൽ ഒരു ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 25,000 ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം ഒരു 35,000 പ്ലസ്സിലേക്ക് എനിക്ക് കിട്ടുന്നതാണ്. അതായത് ഒരു പ്രോപ്പർട്ടി ട്രാൻസാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 35,000 രൂപ മുതൽ 50,000 രൂപ വരെ ആയിരിക്കും എനിക്ക് കിട്ടുന്ന ഒരു ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നോർമൽ ചെയ്യുന്ന സമയത്ത് 25,000 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അതായത് ഒരു മാസത്തെ റെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് എൻ്റയർലി കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നോർമൽ ചെയ്യുന്ന സമയത്ത് 25,000 ആണ് നിങ്ങൾക്ക് കിട്ടുക. ഒരു റെൻ്റൽ മാനേജ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് മോർ ദൻ 35 ടു ഇൻ ബിറ്റ്വീൻ 50,000 ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് രീതിയിൽ ഞാൻ ഏത് രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. പക്ഷെ ആ ചോദ്യത്തിനുള്ള റൈറ്റ് ആയിട്ടുള്ള സമയമല്ല ഇത്. ഇപ്പോൾ ഇതെന്താ ഞാൻ ഒരു സിനാരിയോസ് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്രോപ്പർട്ടി റെൻ്റൽ ചെയ്യുന്ന ഒരു പ്രൊഫഷണലായി മാറുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പിന്നെ നമ്മൾ അത് ചെയ്ത് അതിനകത്ത് ഇപ്പോൾ ഒരു നമ്പറൊക്കെ ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ആവുന്ന സമയത്താണ് ഇപ്പോൾ കോഴ്സ് പഠിക്കുക, അതിനപ്പുറത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രോപ്പർട്ടി റെൻ്റൽ മാനേജ്മെൻറ്റ് എനിക്ക് വർക്കാവുമോ, അല്ലെങ്കിൽ എനിക്ക് പ്രോപ്പർട്ടി റെൻ്റൽ ഒരു പ്രൊഫഷണലായിട്ട് മാത്രം റെൻ്റ് ഔട്ട് മാത്രം ചെയ്തു കൊടുക്കുന്ന സർവീസ് പ്രൊവൈഡർ ആയോ മതിയോ എന്നുള്ളത് കൺഫേം ചെയ്യേണ്ടത് അത് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്രോപ്പർട്ടി റെൻ്റ് ഔട്ട് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വലായിട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സമയവും കാര്യങ്ങളും നിങ്ങളുടെ കൺസിഡറേഷനും അതുപോലുള്ള നിങ്ങളുടെ പ്രയോറിറ്റിയും കൂടെ വെച്ചിട്ട് വേണം ഇതൊരു മാനേജ്മെൻറ്റ് രീതിയിലോട്ട് കൊണ്ടുപോകണോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലായി നിൽക്കണോ. ഇപ്പം നിങ്ങൾ ഫുൾ ടൈം കരിയർ ആണെങ്കിൽ മാനേജ്മെൻറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് നിങ്ങളുടെ ഗോളും മിഷനും പോലെയാണ്. ഇപ്പം കൊച്ചിയിൽ തന്നെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരു പേരെടുത്ത് പറയാൻ ഒരു 5-6 നല്ല കമ്പനീസ് ഉണ്ട്. അവരൊക്കെ ഒരുപാട് അപ്പാർട്ട്മെൻറ്റ്സും ഒരുപാട് ഡീൽസും ഒരുപാട് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ എനിക്കറിയാവുന്ന പല ആൾക്കാരും വെറും റെൻ്റൽ മാത്രം ചെയ്യുന്ന റെൻ്റൽ പ്രൊഫഷണലായിട്ട് റെൻ്റൽ സർവീസ് മാത്രം സിംഗിൾ ടൈം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളുണ്ട്, മാനേജ്മെൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഓപ്ഷണലാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു പ്രോപ്പർട്ടി കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് അത് മാർക്കറ്റ് ചെയ്യുന്നത്, എങ്ങനെ ഇത് റെൻ്റ് ഔട്ട് ചെയ്യുന്നു, എങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്യുന്നു, എല്ലാ ഡീറ്റെയിൽസും ഇനി അടുത്ത വരും വീക്കുകളിൽ താഴെ അപ്ഡേറ്റ് ആവുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.